ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ പോലീസിന് ഒരു വിവേകം എന്നൊരു ഡിസ്ക്രിപ്ഷണറി പവർ ഇല്ലേ? ഇലക്ഷൻ കമ്മീഷന് കീഴിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷണറി പവർ പോലീസിൻ്റെ അടുത്തല്ലേ? അവർ ഉടനെ തന്നെ സൈബർ പെട്രോളിംഗ് നടത്തി ഈ വീഡിയോ മാറ്റുകയാണോ വേണ്ടത്? അപ്പോൾ എന്താണ് പോലീസിൻ്റെ, അപ്പോൾ എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചല്ല ഇവിടെ സംശയം വരുന്നത് ഇവിടെ കാര്യത്തിൽ. കാര്യം ഇലക്ഷൻ കമ്മീഷൻ ഒരു വിഷയം റിക്വസ്റ്റ് ചെയ്താൽ അതിന് ഡിസ്ക്രിപ്ഷണറി പവർ ആർക്കാണ്? പോലീസിനല്ലേ. എന്തുകൊണ്ട് പോലീസ് ആ ഡിസ്ക്രിപ്ഷണറി പവർ ഉപയോഗിക്കുന്നത് ഉടനെ തന്നെ മാറ്റി? അവിടെ സംശയത്തിലെക്കാൻ അവസാനം എന്തുണ്ടായി? അത് പുനഃസ്ഥാപിക്കേണ്ടത് മാത്രമല്ല, കോടതിയിൽ ഈ മനോരമ ന്യൂസ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി ഉറപ്പായിട്ട് എന്താണ് പറയുക? രൂക്ഷ വിമർശനം വരാനും സാധ്യതയുണ്ട്. വിമർശനം വളരെ രൂക്ഷമായി വരും. അതുകൊണ്ട് ഒരുപക്ഷെ അതിനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇന്നിങ്ങനെ തീരുമാനിച്ചു പോയത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ വിവേകം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇത്തരം കാര്യം വിവേകം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏത് മുന്നണിക്കും CPM-നും കോൺഗ്രസിനും ഒരേപോലെ ബാധ്യതയുണ്ട്. കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ജീവശ്വാസമാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിന് സൂചനയാണത്. അതുകൊണ്ട് താൽക്കാലികമായി അങ്ങോട്ട് അടിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് ഇനിയും തെരഞ്ഞെടുപ്പ് വേണം, ഈ രാഷ്ട്രീയ പാർട്ടി ഇനി അത് ജീവിക്കണം, അതില്ലാതാവുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നതെങ്കിൽ ഇതിൻ്റെ ഗൗരവമായ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്നുള്ളതാണ്. അഭിപ്രായം പറഞ്ഞാൽ അവകാശം റദ്ദാക്കപ്പെടുന്നു. നാളെ നിങ്ങളുടെ നേർക്കും വരും. ഒടുവിൽ നിങ്ങൾ ഒറ്റയാവുന്ന സ്ഥിതിയുണ്ടാവും. അതിന് പകരം പരസ്പരം ആരോപണങ്ങൾ എറിയാന്നുള്ളത് മാത്രമേ ഇതിനൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷേ ഗൗരവമായിട്ട് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അന്തസ്സ് ഏർപ്പെടുക ഒരു ബാധ്യത ഇവർക്കില്ല. അത് വേറെ വിഷയമേ അല്ല. പരസ്പരം അങ്ങോട്ട് കലഹിക്കുക, അത് കേട്ട് മതിയായി. പക്ഷേ അവിടെ ജനാധിപത്യ അന്തസ്സ് ഉയർത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് പല സ്ഥലങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ വ്യാപകമായി നടക്കുന്നതിന് പിന്നെ ഒരു നിയമപരമായ പിന്തുണയും കിട്ടുന്നു. അതിനെതിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട അത് ഒരുപക്ഷെ അനുകരണ സംഘടന നടത്തേണ്ടല്ല, രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വം നടത്തേണ്ട സംഘടന പ്രവർത്തനമാണ്. അതിന് എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു? പരസ്പരം എന്നുള്ള ആരോപണത്തേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു. എങ്ങനെയാണ് നിങ്ങൾ സങ്കോചിക്കുന്നത്? അത് ആലോചിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ശരി, ശ്രീ അനിവർ അരവിന്ദ്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം രൂപം കൊണ്ടതും അതിനെ മുഖ്യമന്ത്രി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് കേരളം മുമ്പോട്ടാണോ അതോ പുറകോട്ടാണോ പോകുന്നത്? കഴിഞ്ഞ 10 വർഷം ഒരു സ്വതന്ത്ര ഇൻ്റർനെറ്റ് എന്ന ആശയത്തിന് കേരളത്തിൽ എത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടുണ്ട്? ഇത് ഇന്റർനെറ്റ് എന്നുള്ളതിനേക്കാളും ചോദ്യമാണ്. എന്താ കാരണം വെച്ചാൽ ലോകം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, പല രീതിയിലുള്ള പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്റർനെറ്റിന്റെ മീതിയുള്ള നിയന്ത്രണങ്ങളുടെ മീതിയുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറിക്കഴിഞ്ഞു. ഒരുപാട് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് എന്തിനാണ് സെൻട്രൽ ഗവൺമെന്റ് IT ആക്ട് ഭരിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പഴയ ടെലികമ്മ്യൂണിക്കേഷന്റെ ബാക്കിയാണ്. പക്ഷേ ഇത് ഇലക്ട്രിസിറ്റി പോലെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കുന്ന ഒരു സാധനമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് കയ്യിൽ വെക്കുകയും എന്നാൽ ഒരു ഇത് ലോ ആൻഡ് ഓർഡറായി മാറുന്നു പലപ്പോഴും അതുപോലെ തന്നെ കമ്മ്യൂണൽ ഫൈനാൻസ് ആയി മാറുന്നു. ഇതൊക്കെയായി മാറുന്ന ഒരു കാലമാണ്. അപ്പൊ ഇത് ഒരു സെൻട്രൽ ലോ എന്നതിൽ നിന്ന് പൊളിഞ്ഞു മാറി സ്റ്റേറ്റ് ലോസ് ആയി മാറേണ്ട ഒരു കാലമായി സത്യം പറഞ്ഞാൽ.